എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ്. എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ജോലിയുടെ ഇടയിലായതുകൊണ്ട് എനിക്കൊന്ന് വീഡിയോ പിടിക്കാനോ വോയിസ് വിടാനോ പറ്റിയില്ല. ആ സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഷോയെ പറ്റിയാണ്. ഞാൻ നമ്മുടെ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരും, അതായത് തൊടുപുഴ, മൂവാറ്റുപുഴ, തിരൂർ ഭാഗമൊക്കെ അനീഷ് ജയിക്കും. ആര് ചോദിച്ചാലും പറയും അനീഷ് ജയിക്കും. പക്ഷേ ഈ അനീഷിനോട് കാണിച്ചത് ഭയങ്കര ഒരു ഇതായിപ്പോയി. നമ്മുടെ അനീഷ് ജയിക്കും എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത്, സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച്, മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ലേഡീസിന് വേണ്ട രീതിയിൽ എന്നാ പറയുക, നല്ലൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇത് എല്ലാവരും കരഞ്ഞു പോയെന്നുള്ളതാണ്. പക്ഷേ അനുമോൾക്ക് കിട്ടിയതിൽ ഒരു കുഴപ്പമില്ല. അനുമോൾക്ക് 2ാം സ്ഥാനം കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അനുമോളെ കഴിഞ്ഞും മികച്ച ഇതായിട്ട് കളിച്ചത് അനീഷാണ്. പക്ഷേ ഇവിടെ വൻ ചതി നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് എന്നാണോ എന്നൊന്നും അറിയില്ല. ജനങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചതാണ്. പക്ഷേ ഇവിടെ എന്തോ ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട്. അപ്പം അനീഷ് ദുഃഖിക്കേണ്ട. അതുപോലെ രേണുസുതി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കൊച്ചാണ്. അപ്പം അവളും ഉയരങ്ങളിലെത്തട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു 5-6 വീഡിയോ രേണുവിനെ പറ്റിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ ആൾക്കാർ കളിയാക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, അതിനെ കളിയാക്കണ്ട. ആർക്കും ഈ സാഹചര്യം വരാം. പ്രായം കടന്നു പോയൊരു കുട്ടിയല്ല, അവൾ ചെറുപ്പമാണ്. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റും കുറ്റവും ഉണ്ടാവും. തെറ്റും കുറ്റവും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല. നല്ലത് ചെയ്യുന്ന മനുഷ്യർ കുറവാണ്. പക്ഷേ ഈ ബിഗ് ബോസ് ഇതിൽ കണ്ടതിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന അനീഷാണ്. അനീഷിൻ്റെ പ്രവൃത്തി അടിപൊളിയാണ്. അതുപോലെ രേണു, ഒരാളെയും കുറ്റം പറയാതെ അവർ പുറത്തിറങ്ങിയപ്പോഴും അവരോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവർ പറയുന്നത് കേട്ടോ, ആരെയും കുറ്റപ്പെടുത്താതെ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പം നല്ലത് വരട്ടെ. ഞാൻ അനീഷിന് വേണ്ടി 2 ലൈൻ പാട്ട് പാടുന്നു. അപ്പം ഇതെല്ലാവരും കാണും എന്ന പ്രതീക്ഷയോടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ.